സമൂഹ മാധ്യമങ്ങളിലെ അധിക്ഷേപങ്ങൾ ചിലപ്പോൾ അതിരുവിടാറുണ്ട്. വ്യക്തിഹത്യ നടത്തുകയും അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പറയുകയും ചെയ്യുമ്പോൾ ചിലർക്കത് താങ്ങാനാവില്ല. കൊട്ടാരക്കര സ്വദേശി രഞ്ജു പൊടിയൻ എന്ന യുവാവ് ആത്മഹത്യ ചെയ്തത് ഇതുപോലെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപം നേരിട്ടതിൽ മനം നൊന്താണ്. സംഭവത്തിൽ സ്പോട്ട് ന്യൂസ് എന്ന ഫേസ്ബുക്ക് പേജിന്റെ അഡ്മിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പട്ടാഴി സ്വദേശി അനീഷ് കുമാറിനെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തത്. ജൂൺ 17 രാവിലെയാണ് രഞ്ജു പൊടിയൻ എന്ന യുവാവ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. സ്പോട്ട് ന്യൂസ് എന്ന ഫേസ്ബുക്ക് പേജിലൂടെ ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്തതിനാലാണ് മരിക്കുന്നതെന്ന് രഞ്ജു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിരുന്നു. സംഭവത്തിൽ ലോക്കൽ പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെടുമെന്ന് രഞ്ജു പൊടിയന്റെ വീട് സന്ദർശിച്ച ഗണേഷ് കുമാർ MLA. നിസ്സഹായ അവസ്ഥയിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സാഹചര്യങ്ങൾ മുഴുവൻ പരിശോധിക്കും. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. ലോക്കൽ പോലീസ് അന്വേഷിക്കുന്നതിൽ എന്തെങ്കിലും അസംതൃപ്തി ഉണ്ടെങ്കിൽ നമ്മൾ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വഴി നമ്മൾ ക്രൈംബ്രാഞ്ചിന് വിടും. സ്പെഷ്യൽ അന്വേഷണത്തിന് ടീം വേണേൽ വയ്ക്കും. ഒരാളെ നിസ്സഹായാവസ്ഥയിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത്. ആത്മഹത്യാക്കുറിപ്പ് വളരെ വ്യക്തമാണ്. അത് തുണ്ടിൽ എഴുതി വെച്ചില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ എന്താണ് പോലീസ് സ്റ്റേഷനിൽ നടന്നതെന്നും കൂടി അന്വേഷിക്കേണ്ടതുണ്ട്. ഈ തലേ ദിവസം അതും ആ കുറിപ്പിൽ പറയുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഞാൻ പറഞ്ഞതെല്ലാം മാറ്റി പറയിച്ചു എന്നൊക്കെയാണ്. അതും കൂടി ഒന്ന് പരിശോധിക്കും. 4 വർഷം മുമ്പ് മരിച്ച വയോധികന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് രഞ്ജു പൊടിയൻ വീഡിയോയിലൂടെ ഉന്നയിച്ച ആരോപണം തെറ്റായ രീതിയിൽ ഓൺലൈൻ വഴി അനീഷ് കുമാർ പ്രചരിപ്പിച്ചു എന്നാണ് പരാതി. നാട്ടുകാരും രാഷ്ട്രീയ പാർട്ടികളും രംഗത്തെത്തിയതോടെ കുന്നിക്കോട് പോലീസ് സ്പോട്ട് ന്യൂസ് ഫേസ്ബുക്ക് പേജ് അഡ്മിൻ അനീഷ് കുമാറിനെ വിവിധ വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര.